സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഏതൊക്കെ സ്റ്റോക്കുകളാണ് ട്രയാങ്കിൾ പാറ്റേണിൽ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഗ്രാസിമാണ്. ഇപ്പോൾ 919 ഗ്രാസിം റെസിസ്റ്റൻസ് നിൽക്കുന്നത്, അതായത് 900 ആണ് സപ്പോർട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം അതൊരു നല്ല ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബ്ലാസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് 919 മുകളിൽ ഒരു 10 മിനിറ്റെങ്കിലും ട്രേഡ് ചെയ്താൽ നമുക്കൊരു അപ്സൈഡ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ 900 ആണ്, അത് റൗണ്ട് നമ്പർ കൂടിയാണ്. അപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് താഴേക്ക് നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാം, താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അടുത്ത സ്റ്റോക്ക് സൺഫാർമയാണ്. അപ്പോൾ സൺഫാർമ നമ്മൾ നോക്കി കാണാം അതും ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിൽ ട്രേഡ് നടക്കുന്നത്. 547.90 534 ആണ് ഇപ്പോഴത്തെ ലെവൽസ്. 547.90 ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ 534 സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ എപ്പോഴാണോ 548 ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ മാത്രം നമുക്ക് ഇതിനകത്തൊരു ബൈക്ക് പോവാം. അതുപോലെ 534 താഴെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ട്രേഡ് ആണെങ്കിൽ നമുക്ക് സെല്ലിന് പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ലെവലിൽ റെസിസ്റ്റൻസ് സപ്പോർട്ടാണ്. അതായത് ഈ ലെവലിന് മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബൈയോ സെല്ലിട്ട് വയ്ക്കരുത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കണം. അത് ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രേഡ് ചെയ്യാൻ. പക്ഷേ ഈ ലെവൽ നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാവും. കാരണം ഇപ്പോൾ ട്രയാങ്കിൾ പാറ്റേണിൽ ഉള്ളിൽ വരുന്നത് സ്റ്റോക്കുകൾ ഒരു ബ്ലാസ്റ്റാണ് സംഭവിക്കാറ്. അപ്പോൾ അതല്ലെങ്കിൽ ഈ ലെവൽ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. അതും ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇപ്പോൾ 347 റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ 336.90 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സ് 347 ബ്രേക്ക് ചെയ്ത് മുകളിൽ ഒരു 10 മിനിറ്റെങ്കിലും ട്രേഡ് ചെയ്താൽ നമുക്കൊരു അപ്സൈഡ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് 336 താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് മൂവും LIC ഹൗസിംഗ് ഫിനാൻസിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.